11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. ഇന്ന് നമുക്ക് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്റർ തുടങ്ങാം. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും കൂടാതെ നമ്മുടെ ബ്രെയിനിൽ വരുന്നതാണ് മറ്റൊരു ഗ്ലാൻഡായ പീനിയൽ ഗ്ലാൻഡ്. അതൊരു ചെറിയ ഗ്ലാൻഡാണ്. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഡോർസൽ സൈഡ്. ഡോർസൽ എന്ന് വെച്ചാൽ പുറം ഭാഗം അല്ലേ, ഡോർസൽ സൈഡ് ഓഫ് ദ ബ്രെയിനാണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ എന്ന് പറയുന്നത് നമ്മുടെ സർക്കേഡിയൻ റിതം അഥവാ നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ എന്ന് പറയും. അതായത് 24 hours നമ്മൾ സൂര്യനുള്ളപ്പോൾ നമ്മുടെ മെലറ്റോണിൻ കുറയുകയും നമ്മളപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുകയും ചെയ്യും. രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ മെലറ്റോണിൻ സെക്രീഷൻ കൂടിയിട്ട് നമുക്ക് ആ ഒരു സ്ലീപ്പ് വരുന്നതിനുള്ള കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതും എല്ലാം നിയന്ത്രിക്കുന്നതാണ് ഈ മെലറ്റോണിൻ. അതാണ് ഈ 24 hour സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ ഇത് നമ്മുടെ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പിഗ്മെൻറ്റേഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, മെൻസ്ട്രുവൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിഫൻസ് കപ്പാസിറ്റി. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഉറക്കമൊക്കെ കൂടുതൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്താൽ നിങ്ങൾക്ക് മറ്റു പല സിംറ്റംസും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് തൈറോയിഡ് ഗ്ലാൻഡാണ്. നമുക്കറിയാം തൈറോയിഡ് ഗ്ലാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ത്രോട്ടിൻ്റെ റീജിയനിലാണ്. 2 വലിയ ലോബ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ 2 ലോബ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നാരോ ചാനലാണ് ഇസ്തമസ്. നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഒരു നാരോ കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇസ്തമസ്. അതുപോലെ ഈ 2 ഭാഗത്തു നിന്ന് അടുക്കൊരു കണക്ഷനാണ് ഇസ്തമസ്. ഇനി ഈ തൈറോയിഡിൽ ഈ ഗ്ലാൻഡിൽ കുറേ ഫോളിക്കിൾസ് ഉണ്ട്. ഈ ഫോളിക്കിൾസിന് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ബേസ് ഉണ്ട്, അതാണ് സ്ട്രോമ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രോമ ടിഷ്യൂവിലും ചില സെൽസ് ഉണ്ട്, സി സെൽസ് എന്ന് പറയും. ഇനി ഈ ഫോളിക്കിൾ സെൽസും സ്ട്രോമൽ ടിഷ്യൂവും രണ്ടും നമുക്ക് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ സെക്രീറ്റ് ചെയ്യുന്നതാണ്. അത് അതിലൊരു ഹോർമോൺ മാത്രമാണ്. ടോട്ടലി 3 ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്, T3, T4 ആൻഡ് TCT. അതായത് T3 എന്ന് പറഞ്ഞാൽ ട്രൈ അയഡോ തൈറോണിൻ, T4 എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ, TCT എന്ന് പറഞ്ഞാൽ ഹൈപ്പോ കാൽസിറ്റോണിൻ ഹോർമോണാണ്. ദിസ് ഈസ് തൈറോ കാൽസിറ്റോണിൻ എന്നാണ് ഈ ഹോർമോണിൻ്റെ പേര്. അപ്പം 3 ഹോർമോൺസ് ഏതൊക്കെയാണ്? T3 അഥവാ ട്രൈ അയഡോ തൈറോണിൻ, T4 അഥവാ ടെട്രാ അയഡോ തൈറോണിൻ അല്ലെങ്കിൽ തൈറോക്സിൻ എന്ന് പറയാം. പിന്നെ ഉള്ളത് നമ്മുടെ TCT, തൈറോ കാൽസിറ്റോണിൻ എന്ന ഹോർമോണാണ്. അപ്പോൾ ആദ്യത്തെ ഈ T3യും T4ഉം സെക്രീറ്റ് ചെയ്യുന്നത് ഫോളിക്കിൾ സെൽസ് ആണ്. ഞാൻ പറഞ്ഞു ഫോളിക്കിൾ സെൽസും ഉണ്ട്, സ്ട്രോമ സെൽസും ഉണ്ട്. അപ്പോൾ ഫോളിക്കിൾ സെൽസാണ് T3യും T4ഉം സെക്രീറ്റ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് T3 ആണ്. അപ്പോൾ T4 എന്ന് പറയുന്നത്, T3 എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ടൈറോസിൻ എന്നൊരു അമിനോ ആസിഡിൽ 3 അയോഡിൻ ചേർന്നിട്ടുള്ളതാണ്. അതാണ് ട്രൈ അയഡോ, 3 അയോഡിൻ ടു തൈറോക്സിൻ, അതാണ് ട്രൈ അയഡോ തൈറോയിഡിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിന് എന്ത് വേണം, നല്ല അയോഡിൻ വേണം അല്ലേ. പക്ഷേ അയോഡിൻ വളരെ ചെറിയ തോതിൽ മതി. നമ്മൾ ഡെയിലി നമ്മുടെ അയഡൈസ്ഡ് സോൾട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് അയോഡിൻ ആവശ്യത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അയഡൈസ്ഡ് സോൾട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ സീ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ, മത്സ്യമൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കും അയോഡിൻ ലഭിക്കും. കാരണം അത് കടലിൽ നിന്ന് വരുന്ന വിഭവമായതുകൊണ്ട് അതിൽ മിനറൽ അയോഡിൻ ഉണ്ട്. അപ്പോൾ ഈ T3 കൂടുതൽ പൊട്ടൻ്റ്. ഇനി T4 എന്ത് പറ്റും? T4ൽ 4 അയോഡിൻ ഉണ്ട്, ടെട്രാ അയഡോ തൈറോയിഡിനാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു അയോഡിൻ മാറ്റിയിട്ട് അതിന് T3 ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. പിന്നെ ഇത് രണ്ടും നമ്മുടെ ഫോളിക്കിൾ സെക്രീറ്റ് ചെയ്യുന്നു. ഇനി 3ാമത്തെ ഹോർമോണാണ് TCT എന്ന് പറയുന്നത്. അതിൻ്റെ പേര് ടൈറോ കാൽസിറ്റോണിൻ. അതായത് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ നമ്മുടെ ബോണിൽ നിന്നുള്ള കാൽഷ്യത്തിൻ്റെ സെക്രീഷൻ കുറയ്ക്കുകയും നമ്മുടെ കാൽഷ്യം ലെവലിനെ ഹൈ ആകുമ്പോൾ കുറച്ചുകൊണ്ട് വരുന്നൊരു ഹോർമോണാണ് തൈറോ കാൽസിറ്റോണിൻ. അതുകൊണ്ട് നമ്മളിതിനെ ഹൈപ്പോ കാൽസിമിക് ഹോർമോൺ, കാൽസിറ്റോണിൻ അല്ല കാൽസിമിക്, ഹൈപ്പോ കാൽസിമിക് ആണ്. അതായത് ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, കാൽഷ്യത്തിനെ കുറച്ചുകൊണ്ട് വരുന്ന ഒരു ഹോർമോണാണ് ഹൈപ്പോ കാൽസിമിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഇനി ഈ ഹോർമോൺസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ മെറ്റബോളിക് ഫങ്ഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നു. മെറ്റബോളിസം എന്ന് പറയുന്നത് ടോട്ടൽ അനബോളിസവും കാറ്റബോളിസവും ചേർന്നിട്ടുള്ളതാണ്. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, 3 മേജർ ആയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ അതിൻ്റെ ഡൈജഷനും അതിൻ്റെ അബ്സോർപ്ഷനും യൂട്ടിലൈസേഷനും ഒക്കെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്. അതുകൂടാതെ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ്, BMR റേറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബോഡി ടിഷ്യൂസിൻ്റെ ഗ്രോത്തിനൊക്കെ ഇത് ഗ്രോത്തും ഡിഫറൻഷിയേഷനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. RBC ഫോർമേഷനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ തൈറോയിഡ് ഹോർമോണാണ്. അപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾസ് ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത്. സോ തൈറോയിഡ് ഹോർമോണിൻ്റെ സെക്രീഷന് കറക്റ്റായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസാണ് വരുന്നത്. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം, മറ്റൊന്ന് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോയും ഹൈപ്പർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ്, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ അല്ലേ. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിലും കുറഞ്ഞ തോതിലാണ് ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തെല്ലാം അസുഖങ്ങൾ വരാം, അതായത് ഒരു പ്രഗ്നൻറ്റ് വുമൺ, അമ്മ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിന് ഒരു ക്രെറ്റിനിസം എന്നൊരു കണ്ടീഷൻ ഉണ്ടാകാം. അത് ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും, അതായത് സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, വളർച്ച മുരടിച്ചു പോകും. അതായത് ഒരു പ്രായത്തിനനുസരിച്ചുള്ള ഒരു വളർച്ച കുട്ടിക്ക് ഉണ്ടാവില്ല. പിന്നെ മെൻ്റൽ റിട്ടാർഡേഷൻ, ബുദ്ധിമാന്ദ്യം സംഭവിക്കാം. അതുപോലെയുള്ള മറ്റു പല പ്രശ്നങ്ങളും ഈ ഒരു കാരണത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് ക്രെറ്റിനിസം. അത് ഇൻഫൻസിലാണ് കണ്ടുവരുന്നത്. ഇനി മിക്സോഡീമ അല്ലെങ്കിൽ ഗൾസ് ഡിസീസ് ഉണ്ട്, അത് അഡൾട്ട്സിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഫാറ്റ് അക്യുമുലേഷൻ നടന്നിട്ട് ഒരു പഫി അപ്പിയറൻസ്, അതായത് ആളുകൾ പറയും തൈറോയിഡ് ഉണ്ടെങ്കിൽ വണ്ണം വെക്കുന്നു പറയും അല്ലേ, തൈറോയിഡിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറയും. അതായത് ആ ഒരു ഫാറ്റ് അക്യുമുലേഷൻ ഈ സബ്ക്യൂട്ടേനിയസ് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് വന്നിട്ട് നമ്മളങ്ങനെ ഒരു പഫി അപ്പിയറൻസ് വരും. ഹാർട്ട് റേറ്റ് ഒക്കെ സ്ലോ ആവും. പിന്നെ ഒരു മന്ദതയായിരിക്കും, ഒന്നും ചെയ്യാനുള്ള ഒരു താല്പര്യമൊന്നും കാണില്ല. ഇനി അതുകൂടാതെ പിന്നെ ഒരു ഗോയിറ്റർ എന്നുള്ള കണ്ടീഷനുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ കൂടി നമുക്ക് ആവശ്യത്തിനുള്ള അയോഡിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തൈറോയിഡ് ഗ്ലാൻഡ് വളരെ വലുതായിട്ട് എൻലാർജ് ചെയ്യുന്നു. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോയിറ്റർ എന്ന് പറയുന്നത്. ഈ ഗോയിറ്റർ പിന്നീട് മിക്സോഡീമയും ക്രെറ്റിനിസമായിട്ടും മാറാവുന്നതാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഹോർമോൺ തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇനി ചില സമയത്ത് അതിൻ്റെ എക്സസ് സെക്രീഷൻ വരാറുണ്ട്. അതായത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ചില നോഡ്യൂൾസ് ഉണ്ടാകും, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകുന്ന സമയത്താണ് കൂടുതൽ സെക്രീഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. അവരുടെ മെറ്റബോളിസം കൂടിയിട്ട് അവർ വെയിറ്റ് ലോസ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. അതുകൂടാതെ അവർക്ക് കൂടുതൽ നെർവസ്നെസ് ആയിരിക്കും. മറ്റവർ കുറച്ചൊരു സ്ലോ ആയിരുന്നു, ഇവർക്ക് കൂടുതൽ നെർവസ്നെസ് ആയിരിക്കും. പിന്നെ അവരുടെ ഹാർട്ട് ബീറ്റ് സ്ലോ ആയിരുന്നു, ഇവരുടെ ഹാർട്ട് ബീറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ കണ്ണിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കണ്ണൊരുമാതിരി ബൾജഡ് അപ്പിയറൻസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഗ്രേവ്സ് ഡിസീസ് അഥവാ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് ഇരിക്കും. ഇതെല്ലാം ഈ ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇനി മറ്റൊരു ഗ്ലാൻഡ്, ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഞാൻ പറഞ്ഞു 2 ലോബ്സ് ആണ്, അത് കണക്റ്റഡ് ആണ്. അതായത് ഇങ്ങനെ 2 ലോബ്സ്, അത് ഇസ്തുമസ് വഴി കണക്റ്റാണ് ഇസ്തുമസ്. ഇനി അതിൻ്റെ പുറകിൽ ഓരോ ലോബിലും 2 വേറെ ഗ്ലാൻഡ്സ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് പാരാതൈറോയ്ഡ്. അപ്പോൾ ടോട്ടൽ 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് ആണ് നമുക്കുള്ളത്. ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അതിൽ 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ചെറിയ സെൽസിനെ നമ്മൾ ചീഫ് സെൽസ് എന്ന് പറയും. അതാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാതോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഓക്സിഫിൽ സെൽസ് ഉണ്ട്, അത് ലാർജ് സെൽസ് ആണ്. ഈ പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ഈ തൈറോകാൽസിറ്റോണിനേക്കാളും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷനാണ്, അതായത് ആൻറ്റഗോണിസ്റ്റിക് എന്ന് പറയും. ഈ തൈറോകാൽസിറ്റോണിൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം കൂടുതലാകുമ്പോൾ എക്സസ് ഉള്ളതിനെ നമ്മുടെ ബോണിലേക്ക് കൊടുക്കും, ബോണിൽ നിന്ന് വരുന്നത് തടയുന്നു. ഓക്കെ. അതേസമയം ഇവിടെ ഹൈപ്പർ കാൽസ്യമിക് ആണ്, അതായത് നമുക്ക് ആവശ്യത്തിന് കാൽസ്യം ബ്ലഡിൽ ഇല്ല, അപ്പോൾ ബ്ലഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എവിടെ നിന്ന് എടുക്കാം, നമുക്ക് നമ്മുടെ ഡെപ്പോസിറ്റ് എവിടെയുള്ളത്, ബോൺസിൽ അല്ലേ. അപ്പോൾ ആ ബോൺസിൽ നിന്ന് കാൽഷ്യത്തിനെ ഇങ്ങോട്ട് എടുക്കും. അതിനെ പറയുന്ന പേരാണ് റിസോപ്ഷൻ അല്ലെങ്കിൽ ഡീമിനറലൈസേഷൻ. അതായത് മിനറൽ ഡെപ്പോസിറ്റിനെ നമ്മൾ അതിനെ മാറ്റുകയാണ്. അപ്പോൾ ഡീമിനറലൈസേഷൻ ഓഫ് ദി ബോൺസ് സംഭവിച്ചിട്ട് ബോണിൽ നിന്ന് കൂടുതൽ കാൽഷ്യം ബ്ലഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ റീനൽ ട്യൂബ്യൂൾസിൽ നിന്നും കൂടുതൽ കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ചോദിക്കാം. വിച്ച് ഹോർമോൺ ഈസ് ആൻറ്റഗോണിസ്റ്റിക് ഇൻ ഫംഗ്ഷൻ ടു TCT ആൻഡ് എക്സ്പ്ലെയിൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, TCTയും PTHും ആൻറ്റഗോണിസ്റ്റിക് ആണ്, ഹൗ ജസ്റ്റിഫൈ. അല്ലെങ്കിൽ വിച്ച് ഈസ് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ, വിച്ച് ഈസ് ഹൈപ്പോ കാൽസ്യമിക് ഹോർമോൺ, അങ്ങനെ ചോദിക്കാം. അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക.